ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ രാവിലെ ഗോട്ട് എന്ന് പറഞ്ഞ സോണിയുടെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് മൂവി കാണാനായിട്ട് കോട്ടയം ധന്യ രമ്യ തിയേറ്ററിൽ പോയി. രാവിലെ 11 മണിക്കായിരുന്നു ഷോ. പക്ഷേ ഷോ നടത്താനുള്ള മിനിമം ആളുകളില്ലായിരുന്നു. ഞങ്ങൾ മൊത്തം ഒരു 6 പേരൊക്കെ ഉള്ളായിരുന്നു. സോ ഒരു 11 വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു, ആരെങ്കിലൊക്കെ വരുമോ എന്ന് നോക്കി. ആരും വന്നില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററുകാർ ഷോ ക്യാൻസൽ ചെയ്തു. ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ അടുത്ത മലയാളത്തിൽ OTT-ൽ റിലീസായിട്ടുള്ള 2 സിനിമകൾ കണ്ടു. അതിൽ ആദ്യത്തേത് നിവിൻ പോളി നായകനായി വന്നിട്ടുള്ള ബേബി ഗേൾ. അരുൺ വർമ്മയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബോബി സഞ്ജയ് ആണ് ഇത് എഴുതിയേക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിവിൻ പോളിനെ കൂടാതെ ലിജോ മോൾ, അതുപോലെ സംഗീത് പ്രദീപ് എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ ഡ്രാമ ചിത്രമാണിത്. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിച്ച് 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതെയാവുന്നു. ശേഷം നടക്കുന്ന സംഭവങ്ങളും അന്വേഷണവും പിന്നെ റിവീൽ ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ കഥ. സോ എനിക്ക് ബേസിക്കലി ഈ ഒരു സിനിമ ഒരു മൊത്തത്തിലൊരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. ഇതില് നിവിൻ പോളിയുടെ ക്യാരക്ടറൊന്നും പുള്ളിക്കൊട്ടും സ്യൂട്ട് ആവാത്ത പോലെ തോന്നി. അതുപോലെ ഈ സിനിമയ്ക്കകത്തുള്ള ഇമോഷൻസ് ഒന്നും അങ്ങ് വർക്കായില്ല. പിന്നെ ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും അതൊന്നും ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു ബിലോ ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ എടുത്തു പറയത്തക്ക വണ്ണം ഒന്നും ഇല്ലായിരുന്നു. ലിജോ മോൾ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ ലേസി ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി നിവിൻ പോളിക്ക് ആ ഒരു ക്യാരക്ടർ ഒട്ടും ചേരാത്ത പോലെ തന്നെ തോന്നി. പിന്നെ ഈ റൈറ്റേഴ്സിന്റെ ഇതിന് മുന്നത്തെ അവർ എഴുതിയിട്ടുള്ള ട്രാഫിക് എന്ന് പറയുന്ന സിനിമയോടൊക്കെ സാമ്യം വരുന്ന രീതിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ അവർ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒന്ന് വർക്കൗട്ട് ആയിട്ടില്ല. ഒറ്റ ദിവസത്തെ കഥയാണ് സിനിമ കാണിക്കുന്നത്. എങ്കിൽ കൂടിയും ആ ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് ഒന്നും സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സോ എനിക്കിതൊരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. സോ സോണി ലീവിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അടുത്തത് ചത്ത പച്ച, അദ്വൈത് നായർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു റെസ്ലിംഗ് WWE റെസ്ലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതൊരു ആക്ഷൻ കോമഡി സിനിമയാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ WWE റെസ്ലിംഗ് ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്, കൊച്ചിയിലെ ഒരു പിള്ളേർ സെറ്റ് അവർ ഈ WWE മോഡല് ഒരു റെസ്ലിംഗ് ഷോ അവിടെ നടത്തുകയാണ്. ശേഷം നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ. സോ ഈ ഒരു സിനിമ എനിക്കൊരു ആവറേജ് സിനിമയായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് തോന്നിയത്. ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ആക്ഷൻ സീക്വൻസും അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത്. ആക്ഷൻ സീൻസും പിന്നെ അതിന്റെ ആ ഒരു സെറ്റിങ്ങും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു WWE കാണുന്ന തന്നെ ആ ഒരു വൈബിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിട്ട് തോന്നി. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വർക്കൗട്ട് ആകാതെ പോയത് ഇതിന്റെ ഇമോഷൻസ് ആണ്. ഇതിൽ റോഷൻ മാത്യുവും പുള്ളിയുടെ മോളും തമ്മിലുള്ള ഇമോഷനും അതൊക്കെ നമുക്ക് ഒട്ടും എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. പിന്നെ ഇതിനകത്ത് മമ്മൂട്ടി സിനിമയുടെ അവസാനത്തോടെ എത്തുമ്പോൾ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറും എനിക്കതൊന്നും വർക്കായില്ല. മമ്മൂട്ടി വന്നിട്ട് ചെറിയ രീതിയിൽ ആക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒന്ന് വർക്കായില്ല. സോ എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ആക്ഷനും പിന്നെ ആ ഒരു സെറ്റൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ അർജുൻ അശോക്, റോഷൻ മാത്യു, വിശാഖ് നായർ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റോൾസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ട് തോന്നിയത്. അങ്ങനെ എടുത്തു പറയത്തക്ക വണ്ണം ഒന്നും തോന്നിയില്ല. തിയേറ്ററിലൊക്കെ റിലീസായപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയായിരുന്നു ഇത്. പക്ഷെ എനിക്കത് കണ്ടിട്ട് ഒരു ആവറേജ് സിനിമയായിട്ടാണ് മൊത്തത്തിൽ തോന്നിയത്. സോ ഈ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ചത്താപ്പച്ച നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.